ഹായ് ഹലോ എജുബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ, തുടങ്ങിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു നമ്മൾ എടുത്തത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. എവിടെ ആയിരുന്നു? റോമിൽ അല്ലേ. എന്നായിരുന്നു സ്ഥാപിച്ചത്? 1945 ഒക്ടോബർ 16. അപ്പോൾ ഒക്ടോബർ 16 എന്താ? വേൾഡ് ഫുഡ് ഡേ. ഓർക്കുന്നുണ്ടോ? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിനെപ്പറ്റി പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പറഞ്ഞു അല്ലേ. യൂറോപ്യൻ യൂണിയൻ എത്രയായിരുന്നു വർഷം? 1993 നവംബർ 1. എത്ര കൺട്രീസ് ആണ് അറിഞ്ഞിരിക്കുക? 27 കൺട്രീസ് ആണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് നമ്മൾ എന്താണ്? യൂറോപ്യൻ യൂണിയനിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫ്ലാഗ് പറഞ്ഞു, പിന്നെ ആന്തം പറഞ്ഞു, പിന്നെന്താ പറഞ്ഞു? സ്ലോഗൻ പറഞ്ഞു. ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, ഒന്ന് ഓർക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഹോക്കി ഫീൽഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഹോക്കി ഫീൽഡിന്റെ ലെന്ത് എന്താണ്? വിഡ്ത്ത് എന്താണ്? വിഡ്ത്താണ് ക്വസ്റ്റ്യൻ അല്ലേ. വിഡ്ത്ത് എത്രയായിരുന്നു? 55 മീറ്റർ. ലെന്ത് എത്രയായിരുന്നു? 91.4 മീറ്റർ. പിന്നെ എന്താണ്? നമ്മൾ മേജർ ധ്യാൻചന്ദിനെ പറ്റി പറഞ്ഞു അല്ലേ. ഫാദർ ഓഫ് ഇന്ത്യൻ ഹോക്കിയാണ് ആര്? മേജർ ധ്യാൻചന്ദ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി PYQ ആണ്. ഏതായിരുന്നു? ദ ഗോള്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ കുറച്ച് ഹിസ്റ്റോറിക്കൽ ബുക്സ് പറഞ്ഞു അല്ലേ. അഷ്ടധ്യായി ആരുടെ ആയിരുന്നു? പാണിനിയുടെ. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാഭാഷ എഴുതി ആര്? പതഞ്ജലി. പിന്നെ പ്രധാനപ്പെട്ട ഒരു 3 ബുക്ക് നമ്മൾ പറഞ്ഞല്ലേ. രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ. ആരുടെ ആയിരുന്നു? ഹർഷവർദ്ധന്റെ. ഹർഷവർദ്ധനെ കുറിച്ച് എഴുതിയ കൃതിയാണ് ആര്? ഏത്? ഹർഷചരിത. അതാരെഴുതി? ബാണഭട്ട. ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് റിവൈസ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹരിപ്രസാദ് ചൗരസ്യ? SSC സ്റ്റെനോയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹരിപ്രസാദ് ചൗരസ്യ? ഏതാണ്? ഓപ്ഷൻ ഫ്ലൂട്ട്, സിത്താർ, തബല, സന്തൂർ. അപ്പോൾ ഏതാണ് ആൻസർ? ഹരിപ്രസാദ് ചൗരസ്യ. ഹരിപ്രസാദ് ചൗരസ്യയുടെ പ്രധാന ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഫ്ലൂട്ട് ഓക്കെ ആണോ? ഇനി ഫ്ലൂട്ട് എന്ന ഓപ്ഷനിൽ വരണം എന്നില്ല. ഫ്ലൂട്ടിന് പകരം എന്തായിരിക്കാം? ബാൻസുരി എന്ന് വരാം. ബാൻസുരി. ഫ്ലൂട്ടിന് പകരം അവർക്ക് തരാവുന്ന ഓപ്ഷനാണ് ബാൻസുരി. ഓക്കെ, ബാൻസുരി. ബാൻസുരി എന്ന് പറയുമ്പോൾ എന്താണ്? ബാമ്പു, മുള കൊണ്ടുണ്ടാക്കിയ എന്താണ്? ഫ്ലൂട്ടിനെ പറയുന്നതാണ് എന്ത്? ബാൻസുരി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനകത്ത് എന്ത് വരാം? ബാൻസുരി എന്ന് വരാം. അപ്പോൾ ഓർക്കാൻ വേണ്ടി പറയണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 6-ാം തമ്പുരാൻ സിനിമയിലെ ഹരിമുരളീരം അല്ലേ. ഹരിമുരളി, ഹരി ഫ്ലൂട്ട്. ഓർക്കുക, ഹരി ഫ്ലൂട്ട്. മറക്കത്തില്ലല്ലോ. ഹരിപ്രസാദ് ചൗരസ്യ എന്താണ്? ഏതാണ്? ഫ്ലൂട്ട്. അപ്പോൾ ഫ്ലൂട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ നമുക്ക് പഠിക്കാം. ഫ്ലൂട്ടിലെ ഇതെല്ലാം പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതിൽ ഒന്നാമത്തെയാണ് പന്നലാൽ ഘോഷ്. പന്നലാൽ ഘോഷിനെ അറിയാൻ പയനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പന്നലാൽ ഘോഷ്. പയനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പന്നലാൽ ഘോഷ്. അപ്പൊ ആരൊക്കെ പഠിച്ചു? ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ട്, പന്നലാൽ ഘോഷ് ഫ്ലൂട്ട്. അടുത്തത് TR മഹാലിംഗം അഥവാ മാലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? TR മഹാലിംഗം ആരാണ്? ഫ്ലൂട്ട്. അപ്പൊ 3 പേര് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഹരിപ്രസാദ് ചൗരസ്യ, പന്നലാൽ ഘോഷ്, TR മഹാലിംഗം, പന്നലാൽ ഘോഷ്, ഹരിപ്രസാദ് ചൗരസ്യ. അടുത്തതാണ് N രമണി. അതായത് നടേശൻ രമണി എന്നാണ് ഫുൾ നെയിം. ഇദ്ദേഹം എന്താണ്? ഫ്ലൂട്ടാണ്. ഓക്കെ, ഫ്ലൂട്ടാണ്. N രമണി. എന്താണ്? നടേശൻ രമണി. അടുത്തത് റൂണു മജുംദാർ. ഇദ്ദേഹം 2025 പത്മശ്രീ നേടിയ വ്യക്തിയാണ് ആര്? റോണു മജുംദാർ. പത്മശ്രീ. ഓക്കെ ആണോ? റോണു മജുംദാർ 2025 പത്മശ്രീ നേടിയ വ്യക്തിയാണ് ആര്? റോണു മജുംദാർ. ഓക്കെ, അടുത്തത് സിക്കിൾ സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന 2 വ്യക്തികളാണ് ആര്? വി കുഞ്ഞുമണി, നീല. സിക്കിൾ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വി കുഞ്ഞുമണി, നീല എന്തിന് പ്രസിദ്ധമാണ്? ഫ്ലൂട്ടിന് പ്രസിദ്ധമാണ്. ഓക്കെ, വി കുഞ്ഞുമണി, നീല. ഓക്കെ ആണോ? അടുത്തത് രഘുനാഥ് സേത്ത്. ഓക്കെ, രഘുനാഥ് സേത്ത് ആരാണ്? ഫ്ലൂട്ടിലാണ്. അടുത്തത് KS ഗോപാലകൃഷ്ണൻ ഫ്ലൂട്ടിലെ എക്സ്പോണന്റ് ആണ്. KS ഗോപാലകൃഷ്ണൻ, വിജയരാഘവ റാവു, നിത്യാനന്ദ് ഹൽദിപൂർ. ഒന്നുകൂടെ, രഘുനാഥ് സേത്ത്, KS ഗോപാലകൃഷ്ണൻ, വിജയ് രാഘവ റാവു, നിത്യാനന്ദ് ഹൽദിപൂർ എന്തിൽ ഫേമസ് ആണ്? ഫ്ലൂട്ടിൽ ഫേമസ് ആയ വ്യക്തികളാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നുകൂടെ റിവൈസ് ചെയ്യാമോ? വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹരിപ്രസാദ് ചൗരസ്യ? ഫ്ലൂട്ട് അല്ലെ. ഫ്ലൂട്ടിന് പകരം എന്തും ഓപ്ഷനിൽ വരാം? ബാൻസുരി എന്ന് വരാം. അടുത്തത് പറഞ്ഞതാണ് പന്നലാൽ ഘോഷിനെ അറിയപ്പെടുന്ന എങ്ങനെയാണ്? പയനിയർ ഓഫ് ദ ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പന്നലാൽ ഘോഷ്. TR മഹാലിംഗം, മാലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? TR മഹാലിംഗം.
അദ്ദേഹത്തിൻ്റെ യുണീക്കായിട്ടുള്ളൊരു ഫ്ലൂട്ട് വായനയാണ് അദ്ദേഹം. അതിൻ്റെ പേരും എന്താണ്? മാലി മ്യൂസിക് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത എൻ രമണി, നടേശൻ രമണി. റോണു മജുംദാർ 2025 പത്മശ്രീ കിട്ടിയത് കൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? റോണു മജുംദാർ എന്താണ്? ഫ്ലൂട്ടാണ്. ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുറി എന്നും വരാം. അടുത്ത സിക്കിൾ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വ്യക്തികളാണ് ആരൊക്കെ? വി കുഞ്ഞുമണിയും നീലയും. ഓക്കെ. രഘുനാഥ് സേത്, കെ എസ് ഗോപാലകൃഷ്ണൻ, വിജയരാഘവ റാവു, നിത്യാനന്ദ് ഹൽദിപൂർ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് APJ അബ്ദുൽ കലാം ഓണേർഡ് വിത്ത് ഭാരതരത്ന? ഓക്കെ. SSC CHSL ചോദിച്ച ചോദ്യമാണ്. 1989, 1997, 2005, 2011. അറിയാമോ ഏത് ആൻസർ? 1997 ആണ്. ഓക്കെ. 1997 ആർക്ക്? APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന കിട്ടുന്നത്. ഈ APJ അബ്ദുൽ കലാമിന്റെ കൂടെ തന്നെ 2 പേർക്ക് ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. ആരൊക്കെ? ഗുൽസാരിലാൽ നന്ദ, അരുണ ആസിഫ് അലി. ഇവർക്ക് 2 പേർക്കും മരണാനന്തരമാണ് എന്ത് കിട്ടുന്നത്? ഭാരതരത്ന കിട്ടുന്നത്. പോസ്റ്റുമസ്ലി മരണാനന്തരമാണ് എന്ത് കിട്ടുന്നത്? ഇവർക്ക് 2 പേർക്കും ഭാരതരത്ന കിട്ടുന്നത്. പക്ഷെ APJ അബ്ദുൽ കലാം അന്ന് ജീവിച്ചിരിപ്പുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ ഒപ്പം ഭാരതരത്ന കിട്ടിയ 2 വ്യക്തികളാണ് ആരൊക്കെ? ഗുൽസാരിലാൽ നന്ദയും അരുണ ആസിഫ് അലിയും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് തൊട്ടടുത്ത വർഷത്തെ പഠിക്കാം. 1998. അപ്പൊ 1997 ആർക്ക് കിട്ടി? APJ അബ്ദുൽ കലാം. പിന്നെ മരണാനന്തരം ഗുൽസാരിലാൽ നന്ദയ്ക്കും പിന്നെ അരുണ ആസിഫ് അലിക്കും കിട്ടി. ഇനി തൊട്ടടുത്ത വർഷം 1998 MS സുബലക്ഷ്മിക്ക് കിട്ടി. ഓക്കെ. ഒപ്പം ആർക്ക് കിട്ടി? ചിദംബരം സുബ്രഹ്മണ്യം. അറിഞ്ഞിരിക്കുക, ചിദംബരം സുബ്രഹ്മണ്യം ആരാണ് ചിദംബരം സുബ്രഹ്മണ്യം? ഈ ചിദംബരം സുബ്രഹ്മണ്യം ഇന്ത്യയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹമാണ് പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാ? MS സ്വാമിനാഥൻ അല്ലെ ഇന്ത്യയിലെ. അപ്പൊ പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ചിദംബരം സുബ്രഹ്മണ്യം. ആ ടൈമിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹം. ഓക്കെ. അപ്പൊ 1998 MS സുബലക്ഷ്മി, ചിദംബരം സുബ്രഹ്മണ്യം. ഓക്കെ അല്ലേ? 1997 ഓർത്തെ APJ അബ്ദുൽ കലാം, പിന്നെ ആരാ? അരുണ ആസിഫ് അലി, ഗുൽസാരിലാൽ നന്ദ. പിന്നെ 1999 അമർത്യ സെന്നിന് കിട്ടി. അമർത്യ സെൻ അറിയാലോ, എക്കണോമിസ്റ്റ് ആണ്. അമർത്യ സെന്നിന് ഭാരതരത്ന കിട്ടിയ വർഷം 1999. അമർത്യ സെന്നിന് നൊബേൽ കിട്ടിയ വർഷം എന്നാ? അമർത്യ സെന്നിന് നൊബേൽ കിട്ടിയ വർഷമാണ് 1998. ഓക്കെ. 1998 നൊബേൽ കിട്ടി. തൊട്ടടുത്ത വർഷം ഭാരതരത്ന കൊടുത്തു. ഓക്കെ. അമർത്യ സെന്നിന്. ഓക്കെ ആണോ? പിന്നെ ഇദ്ദേഹത്തിന്റെ ബുക്ക് ഓർമ്മയുണ്ടോ? ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഹോം ഇൻ ദ വേൾഡ് എ മെമ്മോയർ. ആരുടെ ബുക്കാണ്? അമർത്യ സെന്നിന്റെ ബുക്കാണ്. അപ്പൊ അമർത്യ സെന്നിന് ഭാരതരത്ന കിട്ടിയ വർഷം എന്നാ? 1999. ആ കൂട്ടത്തിൽ ആർക്ക് കിട്ടി? ജയപ്രകാശ് നാരായണന് കിട്ടി. ജയപ്രകാശ് നാരായണൻ അറിയപ്പെടുന്ന പേരെന്താ? ജയപ്രകാശ് നാരായണൻ അറിയപ്പെടുന്ന പേര് ലോക് നായക് എന്നറിയപ്പെടുന്ന ആരാ? ലോക് നായക് എന്നറിയപ്പെട്ടത് ആരാ? ജയപ്രകാശ് നാരായൺ ആണല്ലേ. ലോക് നായക് എന്നറിയപ്പെട്ട ആരാ? ജയപ്രകാശ് നാരായൺ. ഗോപിനാഥ് ബർദോളി ആസാമിലെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. പണ്ഡിറ്റ് രവിശങ്കർ എന്താ? മ്യൂസീഷ്യൻ ആണ്. സിത്താറാണ് അദ്ദേഹത്തിന്റെ പ്രധാന സിത്താർ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ആരുടെ? പണ്ഡിറ്റ് രവിശങ്കറിന്റെ. അടുത്തത് ഈ ലാസ്റ്റ് ഭാരതരത്ന കൊടുത്ത വ്യക്തികളാണ് ആരൊക്കെ? ഇവരെത്രയും പേരും. ഓക്കെ. 2024 ലേറ്റസ്റ്റ് ഭാരതരത്ന കൊടുത്തിട്ടുള്ളത്. ഇതിൽ LK അദ്വാനി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മരണാനന്തരം കിട്ടിയതാണ്. ഓക്കെ. ഇത്രയും അറിഞ്ഞിരിക്കുക. LK അദ്വാനി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മരണാനന്തരം കിട്ടിയതാണ്. ഓക്കെ. കർപ്പൂരി താക്കൂർ, LK അദ്വാനി, MS സ്വാമിനാഥൻ അറിയാലോ ഗ്രീൻ റെവല്യൂഷന്റെ, ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവുവിനാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പം APJ അബ്ദുൽ കലാമിന് 1997 എന്ത് കിട്ടി? ഭാരതരത്ന കിട്ടി. മരണാനന്തരം ഒപ്പം കിട്ടിയ ആർക്കൊക്കെയാണ്? ഗുൽസാരിലാൽ നന്ദയ്ക്കും അരുണ ആസിഫ് അലിക്കും. അടുത്തത് എന്താ? 1998 തൊട്ടടുത്ത വർഷം MS സുബലക്ഷ്മിക്ക് കിട്ടി. ചിദംബരം സുബ്രഹ്മണ്യത്തിന് കിട്ടി. ചിദംബരം സുബ്രഹ്മണ്യത്തിന്റെ ഇതെന്താ? പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു അല്ലെ. അമർത്യ സെന്നിന് ഭാരതരത്ന കിട്ടിയ വർഷം. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നൊബേൽ 1998 കിട്ടി. തൊട്ടടുത്ത വർഷം എന്ത് കിട്ടി? ഭാരതരത്ന കിട്ടി. ലോക് നായക് എന്നറിയപ്പെടുന്ന ആരാ? ജയപ്രകാശ് നാരായൺ, ഗോപിനാഥ് ബർദോളി, പണ്ഡിറ്റ് രവിശങ്കർ. ഏത് വർഷം? 1999. 2024 ലാസ്റ്റ് ലേറ്റസ്റ്റ് കിട്ടിയത് ആർക്കൊക്കെയാ? കർപ്പൂരി താക്കൂർ, MS സ്വാമിനാഥൻ, ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവുവിന് എന്ത് കിട്ടി?
അല്ല പോസ്റ്റ്മസ്ലി കിട്ടി, LK അദ്വാനിക്ക് അല്ലാതെയും കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്ത ക്വസ്റ്റ്യൻ ടൈഗർ റിസർവിനെ പറ്റിയിട്ടാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ദ അമ്രാബാദ് ടൈഗർ റിസർവ് ഇസ് ലൊക്കേറ്റഡ്? ഓക്കെ, അമ്രാബാദ് ടൈഗർ റിസർവ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു? എവിടാണ്? തെലങ്കാന അല്ലെ, തെലങ്കാനയിലാണ് അമ്രാബാദ് ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അമരാബാദ് ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത് തെലങ്കാന. അപ്പോൾ നമ്മുടെ നിലവിൽ ഇന്ത്യയിൽ എത്ര ടൈഗർ റിസർവ്സ് ഉണ്ട്? 58 ടൈഗർ റിസർവ്സ് ഉണ്ട്. 58 ടൈഗർ റിസർവ്സ് ഉണ്ട്. ഓക്കെ, നിലവിൽ 58 ടൈഗർ റിസർവ്സ് ആണ് ഉള്ളത്. അതിൽ 58ാമതായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിലവിൽ വന്നതാണ് ഏത്? മാധവ് ടൈഗർ റിസർവ് മധ്യപ്രദേശ്. മാധവ് ടൈഗർ റിസർവ് മധ്യപ്രദേശ്. 57ാമത് നിലയിൽ വന്നത് രതപാനി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. അപ്പൊ മധ്യപ്രദേശിലെ 2 ടൈഗർ റിസർവ് പഠിച്ചു. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അല്ലേ. 58ാമത് മാധവ് ടൈഗർ റിസർവ് മധ്യപ്രദേശ്, രതപാനി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. 56ാമത് വന്നതാണ് ഏത്? ഗുരു ഘാസിദാസ് ടൈഗർ റിസർവ് ഛത്തീസ്ഗഡ്. ഗുരു ഘാസിദാസ് ടൈഗർ റിസർവ് ഛത്തീസ്ഗഡിലാണ്. 55ാമത് ധോൾപൂർ കരൗളി ടൈഗർ റിസർവ് രാജസ്ഥാൻ. ധോൾപൂർ കരൗളി ടൈഗർ റിസർവ് രാജസ്ഥാൻ. ടൈഗർ റിസർവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ടൈഗർ റിസർവ്സ് അറിഞ്ഞിരിക്കുക. ഇത് നമുക്ക് സ്ട്രാറ്റജിക്കയിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പം ധോൾപൂർ കരൗളി ടൈഗർ റിസർവ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇനി അടുത്ത 54ാമത്തത് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് എവിടെ? മധ്യപ്രദേശ്. അപ്പൊ നമ്മൾ 3 പഠിച്ചു മധ്യപ്രദേശിലെ. ഏതൊക്കെയായിരുന്നു? മാധവ് ടൈഗർ റിസർവ്. ഒന്നുകൂടെ കൂടെ പറയാമോ? മധ്യപ്രദേശിലെ 3 ഏതൊക്കെ? മാധവ് ടൈഗർ റിസർവ്, രതപാനി ടൈഗർ റിസർവ്, വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. ഒന്നുകൂടെ, മധ്യപ്രദേശ് മാധവ് ടൈഗർ റിസർവ്, രതപാനി ടൈഗർ റിസർവ്, വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്? ഛത്തീസ്ഗഡിൽ ഒരെണ്ണം പറഞ്ഞു. ഗുരു ഘാസിദാസ് ടൈഗർ റിസർവ് എവിടെ? ഛത്തീസ്ഗഡ്. ഗുരു ഘാസിദാസ് ടൈഗർ റിസർവ് ഛത്തീസ്ഗഡ്. അടുത്ത ധോൾപൂർ കരൗളി. ധോൾപൂർ കരൗളി ടൈഗർ റിസർവ് എവിടെ? രാജസ്ഥാൻ. ധോൾപൂർ കരൗളി രാജസ്ഥാൻ. ധോൾപൂർ കരൗളി രാജസ്ഥാൻ. ഗുരു ഘാസിദാസ് ഛത്തീസ്ഗഡ്. നെക്സ്റ്റ് വീണ്ടും ഒരു ടൈഗർ റിസർവ് ഈ വർഷം ചോദിച്ചിട്ടുണ്ട്, അല്ല 2025 ചോദിച്ചിട്ടുണ്ട്. രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ്. രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ് എവിടാണ്? ഓക്കെ, രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ് SSC CHSL 2025 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, എവിടാണ്? രാംഗഡ് രാജസ്ഥാൻ. രാജസ്ഥാൻ. കണക്ട് ചെയ്ത് പഠിക്കുക. രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ് രാജസ്ഥാൻ. ഓക്കെ ആണോ? രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ് രാംഗഡ്. അപ്പൊ കുറച്ച് ടൈഗർ റിസർവ് കൂടെ നമുക്ക് പഠിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഇത്രയും ടൈഗർ റിസർവ്സ് മനപ്പാടമാക്കി തന്നെ വെക്കുക. ഓക്കെ, റാണിപൂർ ടൈഗർ റിസർവ് എവിടെയാണ്? UP യിലാണ്. റാണിപൂർ ടൈഗർ റിസർവ് 53ാമത്തത്. റാണിപൂർ ടൈഗർ റിസർവ് UP യിലാണ്. പ്രധാനമായും ഏത് സ്റ്റേറ്റിലെയാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. അപ്പൊ റാണിപൂർ ടൈഗർ റിസർവ് എവിടെ? ഉത്തർപ്രദേശ്. റാണിപൂർ ടൈഗർ റിസർവ് ഉത്തർപ്രദേശ്. അടുത്തത് രാംഗഡ് വിഷ്ദാരി. നമ്മൾ പറഞ്ഞല്ലേ രാംഗഡ് വിഷ്ദാരി എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാംഗഡ് വിഷ്ദാരി രാജസ്ഥാൻ. രാംഗഡ് വിഷ്ദാരി രാജസ്ഥാൻ. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ്. ശ്രീവില്ലിപുത്തൂർ അല്ലെ. ശ്രീവില്ലിപുത്തൂർ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തമിഴ്നാടാണ്. ഓക്കെ, ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് എവിടെ? തമിഴ്നാട്. കാംലാങ് ടൈഗർ റിസർവ് 50ാമത്തെ ടൈഗർ റിസർവ്. 50ാമത്തെ ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക. കാംലാങ് ടൈഗർ റിസർവ് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. കാംലാങ് ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശ്. അടുത്തത് ഒറാങ് എവിടാ? ആസാം. ഒറാങ് ടൈഗർ റിസർവ് ആസാം. ഒറാങ് ടൈഗർ റിസർവ് ആസാം. അടുത്തത് രാജാജി ടൈഗർ റിസർവ് എവിടാ? രാജാജി ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡ്. രാജാജി ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡ്. രാജാജി ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡ്. ഓക്കെ ആണോ? അടുത്തത് ഭോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്ര. ഭോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്ര. പിലിഭിട്ട് ടൈഗർ റിസർവ് എവിടെ? UP. അപ്പൊ UP നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? റാണിപൂർ ടൈഗർ റിസർവ് UP. അപ്പൊ റാണിപൂർ ടൈഗർ റിസർവ് UP. പിലിഭിട്ട് എവിടാണ്? UP. ഓക്കെ ആണോ? നമുക്ക് ടൈഗർ റിസർവ്സ് ഒന്നുകൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു അമരാബാദ് ടൈഗർ റിസർവ് തെലങ്കാന. അമരാബാദ് ടൈഗർ റിസർവ് തെലങ്കാന. അമരാബാദ് തെലങ്കാന. പിന്നെ നിലവിൽ 58 ടൈഗർ റിസർവ്സ് ആണുള്ളത്. നിലവിൽ 58 ടൈഗർ റിസർവ്സ്. 58ാമത് വന്നതാണ് ഏത്? മാധവ്
ടൈഗർ റിസർവ് മധ്യപ്രദേശ്, മാധവ് മധ്യപ്രദേശ്, രഥപാനി മധ്യപ്രദേശ്, വീരാങ്കന ദുർഗാവതി മധ്യപ്രദേശ്. ഓക്കെ അല്ലേ? അടുത്തത് ഗുരു ഘാസിദാസ് ഛത്തീസ്ഗഡ്, ധോൾപൂർ കരൗളി രാജസ്ഥാൻ, ധോൾപൂർ കരൗളി രാജസ്ഥാൻ. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ, നോട്ടിൽ എഴുതി വെക്കുക. GK വേണ്ടി പ്രിപ്പയർ ചെയ്യുക. MTSന് GK ഇമ്പോർട്ടൻ്റ് ആണ്, ഇംഗ്ലീഷും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സെപ്പറേറ്റ് നോട്ട്സ് കരുതുക. ഇത് ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതി അത് റിവൈസ് ചെയ്യുക. ഒരുപാട് വട്ടം റിവൈസ് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ഓക്കെ. അടുത്തത് രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ്, രാജസ്ഥാൻ, രാംഗഡ് രാജസ്ഥാൻ. ഓക്കെ അല്ലേ? അടുത്തത് റാണിപൂർ ഉത്തർപ്രദേശാണ്. നിങ്ങൾ ആ വെച്ച് കണക്ട് ചെയ്യരുത് കേട്ടോ. റാണിപൂർ എവിടാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ വേറെ എന്താ പഠിച്ചേ? പിലിഭിട്ട് ടൈഗർ റിസർവ് എവിടെ? ഉത്തർപ്രദേശ്. റാണിപൂർ എവിടെ? ഉത്തർപ്രദേശ്. രാംഗഡ് വിഷ്ദാരി രാജസ്ഥാൻ. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് തമിഴ്നാട്. കാംലാങ് 50 ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, 50ാമത്തതായതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാംലാങ് ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശ്. പറഞ്ഞേ, കാംലാങ് ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശ്. ഒറാങ് ടൈഗർ റിസർവ് ആസാം. രാജാജി ഉത്തരാഖണ്ഡ്. ഭോർ മഹാരാഷ്ട്ര. പിലിഭിട്ട് ഉത്തർപ്രദേശ്. ഒരുവിധം സെറ്റായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? ഓക്കെ. അടുത്ത, ഇൻ വിച്ച് ഇന്ത്യൻ ടെക്സ്റ്റ് ഡസ് ദ നെയിം ഭാരത ഫസ്റ്റ് അപ്പിയർ? ഭാരത എന്ന ടേം ഫസ്റ്റ് അപ്പിയർ ചെയ്ത ഏത് കൃതിയിലാണെന്നാണ് ചോദ്യം. ഇതും CHSLന്റെ ചോദ്യമാണ്. ഏത് കൃതിയിലാണ്? ഋഗ്വേദയിലാണ് ആദ്യമായിട്ട് ഭാരത എന്ന ടേം അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഋഗ്വേദയിലാണ് ആദ്യമായിട്ട് ഭാരത എന്ന ടേം അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. വേദിക് ഏജിനെ പറ്റിയിട്ടാണ്. വേദിക് ഏജിലാണ് ഈ വേദിക് ലിറ്ററേച്ചർ എല്ലാം വരുന്നത് അല്ലേ? അപ്പൊ വേദിക് ഏജിന്റെ കാലഘട്ടം 1500 BC മുതൽ 600 BC വരെ, 1500 BC മുതൽ 600 BC വരെയാണ് കാലഘട്ടം. ഓക്കെ. ഈ വേദ എന്ന വേർഡിന്റെ മീനിങ് ആണ് എന്ത്? നോളജ്, സുപ്പീരിയർ നോളജ് അഥവാ നോളജ്, അറിവ് എന്നാണ് എന്ത് വേദയുടെ അർത്ഥം. ഓക്കെ. ഈ വേദ കാലഘട്ടത്തിലാണ് ആര്യന്മാരെ കുടിയേറിയെന്ന് പറയപ്പെടുന്നത് അല്ലേ? അപ്പൊ ആര്യന്മാര് സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് വന്നത് എന്ന് പ്രസ്താവിച്ചതാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് ആര്യന്മാർ വന്നത് എന്ന് പറഞ്ഞത് മാക്സ് മുള്ളറാണ്. സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് ആര്യന്മാർ വന്നതെന്ന് പറഞ്ഞത് ആരാ? മാക്സ് മുള്ളർ. സെൻട്രൽ ഏഷ്യ, മാക്സ് മുള്ളർ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് വന്നതെന്ന്, ആര്യന്മാർ കുടിയേറി വന്നതെന്ന് പറഞ്ഞത് ആരാണ്? മാക്സ് മുള്ളറാണ്. ആർട്ടിക് റീജിയനിൽ നിന്നാണ് അവർ വന്നതെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. ആർട്ടിക് റീജിയൻ ആണെങ്കിൽ ബാലഗംഗാധര തിലക്. ഇനി ടിബറ്റിൽ നിന്നാണ് വന്നതെന്ന് ആരാ പറഞ്ഞേ? ടിബറ്റിൽ നിന്നാണ് വന്നതെന്ന് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത്? ടിബറ്റിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പം സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ ആരാ? മാക്സ് മുള്ളർ. ആർട്ടിക് റീജിയനിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. ടിബറ്റിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ സ്വാമി ദയാനന്ദ സരസ്വതി. 4 വേദാസ് ആണ് പ്രധാനമായിട്ടുമുള്ളത്. 4 വേദാസ്. ഓക്കെ. 4 വേദാസ് ആണ് പ്രധാനമായിട്ടുമുള്ളത്. ഏതൊക്കെ? ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഏതൊക്കെയാ? ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. കൂടെ പറയണേ. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഈ ആദ്യത്തെ 3 എണ്ണം ഇല്ലേ? ആദ്യത്തെ മൂന്നെണ്ണം ഋഗ്വേദ, യജുർവേദ, സാമവേദ. ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? വേദത്രയി എന്നറിയപ്പെടുന്ന ഏതൊക്കെയാ? ആദ്യത്തെ 3 എണ്ണം ഋഗ്വേദ, യജുർവേദ, സാമവേദ. ഏതൊക്കെയാ? ഋഗ്വേദ, യജുർവേദ, സാമവേദയാണ് എന്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? വേദത്രയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 4 വേദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന വേദയാണ് ഏത്? ഋഗ്വേദ. ഓൾഡസ്റ്റ് വേദ ഋഗ്വേദ. എത്ര ഹിംസ് ഉണ്ട്? 1028 ഹിംസ് ആണ് ഉള്ളത്. 1028 ഹിംസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? 1028 ഹിംസ് ആണ് ഉള്ളത്. 10,580 വേഴ്സസ് ആണ് ഉള്ളത്. ഇതെല്ലാം അറിഞ്ഞിരിക്കട്ടോ. ഈ മൂന്നെണ്ണം എന്തൊക്കെയാണ്? 1028 ഹിംസും 10,580 വേഴ്സസും 10 മണ്ഡലാസുമാണ് ഉള്ളത്. ഒന്നുകൂടെ, 1028 ഹിംസും 10,580 വേഴ്സസും
10 മണ്ഡലാസുമാണ് എന്തിലുള്ളത്? ഋഗ്വേദയിലുള്ളത്. ഒന്നുകൂടെ പറയാമോ? 1028 ഹിംസും 10,580 വേഴ്സസും 10 മണ്ഡലാസും. ഇതിൽ 10ാമത്തെ മണ്ഡലം എന്താണ്? പുരുഷ സൂക്ത. പുരുഷ സൂക്ത ഉൾപ്പെട്ടിരിക്കുന്ന എത്രാമത്തെ മണ്ഡലയിലാണ്? 10th മണ്ഡലമാണ്. എന്തുകൊണ്ടാണ് പുരുഷ സൂക്ത ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്? ഇതിലാണ് 4 വർണ്ണാസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള 4 വർണ്ണാസ് എന്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പുരുഷ സൂക്ത. ഈ പുരുഷ സൂക്ത എത്രാമത്തെ മണ്ഡലയിലാണ്? 10th മണ്ഡലയിലാണ്. ഓക്കെ ആണോ? 10th മണ്ഡലയിലാണ് പുരുഷ സൂക്ത. 9th മണ്ഡല കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു സോമ. ദൈവമാണ്. അന്ന് കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്ന ദേവനാണ് ആര്? സോമ. ചന്ദ്രനുമായിട്ട് ഒരു കണക്ഷൻ, ചെറിയൊരു രീതിയിൽ ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ് ഈ സോമ എന്ന് പറയുന്നത്. ഓക്കെ. 9th മണ്ഡല കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു സോമ. 10th മണ്ഡല പുരുഷ സൂക്ത. എത്ര മണ്ഡലാസ് ഉണ്ട്? 10 മണ്ഡലാസ്. എത്ര വേഴ്സസ് ഉണ്ട്? 10,580 വേഴ്സസ് ആണുള്ളത്. എത്ര ഹിംസ്? 1028 ഹിംസ്. ഓൾഡസ്റ്റ് വേദ ഏതാ? ഋഗ്വേദ. 4 വേദാസാണുള്ളത്. ഏതൊക്കെ? ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഇതിൽ ആദ്യത്തെ 3 ഏതൊക്കെ? ഋഗ്വേദ, യജുർവേദ, സാമവേദ എന്തെന്നറിയപ്പെടുന്നു? വേദത്രയം. ആർട്ടിക് റീജിയണിൽ നിന്നാണ് ആര്യന്മാർ വന്നതെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. ടിബറ്റിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞത് മാക്സ് മുള്ളർ. വേദം എന്ന വാക്കിനർത്ഥം നോളജ്. കാലഘട്ടം 1500 BC മുതൽ 600 BC വരെ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഭാരത എന്ന ടേം ആദ്യമായിട്ട് കണ്ടത് എവിടാണ്? ഋഗ്വേദ. ഓക്കെ ആണോ? ഇനി കുറച്ച് പോയിന്റ് കൂടെ ഉണ്ട്. യജുർവേദ എന്താ? ബുക്ക് ഓഫ് സാക്രിഫിഷ്യൽ പ്രേയേഴ്സ് ആണ് എന്ത്? യജുർവേദ. സാക്രിഫിഷ്യൽ പ്രേയേഴ്സ് ഉൾക്കൊണ്ടിരിക്കുന്ന കൃതിയാണ് ഏത്? യജുർവേദ. യജുർവേദയെ പ്രധാനമായും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെ? കൃഷ്ണ യജുർവേദ, ശുക്ല യജുർവേദ. യജുർവേദയെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. കൃഷ്ണ യജുർവേദ എന്നും ശുക്ല യജുർവേദ എന്നും. യജുർവേദയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ബുക്ക് ഓഫ് സാക്രിഫിഷ്യൽ പ്രേയേഴ്സ് ആണ്. അതേസമയം സാമവേദ ബുക്ക് ഓഫ് ഷാൻസ് ആണ്. ബുക്ക് ഓഫ് ഷാൻസ് ആണ് എന്ത്? സാമവേദ. 1549 വേഴ്സസ് ആണ് എന്തിനുള്ളത്? സാമവേദയ്ക്കുള്ളത്. നിങ്ങൾ പ്രധാനമായിട്ട് ഋഗ്വേദയുടെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ മ്യൂസിക് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ സാമവേദ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PYQ ആണ്. ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ മ്യൂസിക് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ സാമവേദ. മ്യൂസിക്കിനെ പറ്റിയിട്ട്, പാട്ടുകളെ പറ്റിയിട്ടൊക്കെ വിവരിക്കുന്ന വേദമാണെന്ത്? സാമവേദം. അടുത്ത് മാജിക്കൽ ചാംസ് ആൻഡ് സ്പെൽസ് ആർ ഗിവൺ ഇൻ അഥർവവേദ. എങ്ങനെ? മാജിക്കൽ ചാംസ് ആൻഡ് സ്പെൽസ് ആർ ഗിവൺ ഇൻ അഥർവവേദ. അഥർവവേദ എന്തിലില്ല? വേദത്രയിലില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ വേദത്രയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അഥർവവേദയാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ നോക്കാമോ? നമ്മൾ 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇൻ വിച്ച് ഇന്ത്യൻ ഡസ് എസ് എ നെയിം ഭാരത ഫസ്റ്റ് അപ്പിയർ? എവിടാണ്? ഋഗ്വേദയിലാണ്. ഋഗ്വേദയെ പറ്റി നമ്മൾ പറഞ്ഞ വേദിക് ഏജ്. കാലഘട്ടം 1500 BC മുതൽ 600 BC വരെ. വേദ എന്ന വാക്കിനർത്ഥം നോളജ്. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ മാക്സ് മുള്ളർ. ആർട്ടിക് റീജിയനിൽ നിന്നാണെന്നുള്ളത് ബാലഗംഗാധര തിലക്. ടിബറ്റിൽ നിന്നാണെന്നുള്ളത് സ്വാമി ദയാനന്ദ സരസ്വതി. 4 വേദാസാണുള്ളത്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഇതിൽ ആദ്യത്തെ 3 ഏതാ? വേദത്രയി. ഓക്കെ. അത് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓൾഡസ്റ്റ് വേദ ഋഗ്വേദ. 1028 ഹിംസ് ആണ് എന്തിനുള്ളത്? ഋഗ്വേദ. 1580 വേഴ്സസ് ആണ്. 10,580 വേഴ്സസ് ആണ് ഋഗ്വേദയിലുള്ളത്. 10 മണ്ഡലാസ് ആണുള്ളത്. 10th മണ്ഡലയിൽ എന്തുണ്ട്? പുരുഷ സൂക്ത. കൂടെ പറഞ്ഞ് 10th മണ്ഡലയിൽ പുരുഷ സൂക്ത. 10th മണ്ഡലയിൽ പുരുഷ സൂക്ത. പുരുഷ സൂക്തയിലാണ് 4 വർണ്ണാസിനെ പറ്റി വിവരിക്കുന്നത്. 9th മണ്ഡല കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു സോമ. അടുത്ത യജുർവേദ ബുക്ക് ഓഫ് സാക്രിഫിഷ്യൽ പ്രേയേഴ്സ് ആണ് എന്ത്? യജുർവേദ. യജുർവേദ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. കൃഷ്ണ യജുർവേദ, ശുക്ല യജുർവേദ. സാമവേദ എന്താ? ബുക്ക് ഓഫ് ഷാൻസ. 1549 വേഴ്സസ് ആണ് എന്തിനുള്ളത്? സാമവേദയ്ക്കുള്ളത്. ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ മ്യൂസിക് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ സാമവേദ. ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒറിജിൻ എവിടെ കാണുന്നു? സാമവേദയിൽ. ഓക്കെ. മാജിക്കൽ ചാംസ് ആൻഡ് സ്പെൽസ് ആർ ഗിവൺ ഇൻ അഥർവവേദ. അഥർവവേദ എന്തിലില്ല? വേദത്രയിലില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്ത ക്വസ്റ്റ്യൻ. Which temple built by the Chandela dynasty in the 10th 11th centuries is known for its exquisite sculptures? Okay, option Kandarya Mahadeva temple, Brihadishwara temple, Sun temple, Lingaraja temple. Answer Kandarya Mahadeva temple. Kandarya Mahadeva temple. എവിടെ സ്ഥിതി ചെയ്യുന്നു? Kandarya Mahadeva temple
ഖജുരാവോ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കന്ദാരിയ മഹാദേവ ടെമ്പിൾ. ഇത് ഏത് സ്റ്റേറ്റിലാണെന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അറിഞ്ഞിരിക്കുക, കന്ദാരിയ മഹാദേവ ടെമ്പിൾ ഖജുരാവോ മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് എന്ത്? കന്ദാരിയ മഹാദേവ ടെമ്പിൾ. അപ്പൊ ബൃഹദീശ്വര ടെമ്പിൾ എവിടാണ്? ബൃഹദീശ്വര ടെമ്പിൾ തഞ്ചാവൂർ ആണ്. തഞ്ചാവൂർ എവിടെ? തഞ്ചാവൂർ തമിഴ്നാട്. ബൃഹദീശ്വര ടെമ്പിൾ രാജരാജേശ്വര ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ബൃഹദീശ്വര ടെമ്പിൾ. രാജരാജേശ്വര ടെമ്പിൾ എന്നറിയപ്പെടുന്നത് ഏത് തന്നെ? ബൃഹദീശ്വര ടെമ്പിൾ. ആര് പണി കഴിപ്പിച്ചു? ബൃഹദീശ്വര ടെമ്പിൾ പണി കഴിപ്പിച്ചത് ആരാ? രാജരാജ ചോളൻ ഒന്നാമനാണ് എന്ത് പണി കഴിപ്പിച്ചത്? ബൃഹദീശ്വര ടെമ്പിൾ അഥവാ രാജരാജേശ്വര ടെമ്പിൾ പണി കഴിപ്പിച്ചത് ഏതാ? ആരാ? രാജരാജ ചോളൻ ഒന്ന്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഇദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ചോളൻ ഇദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ചോളൻ പണി കഴിപ്പിച്ചതാണ് എന്ത്? ഗംഗൈകൊണ്ട ചോളപുരം. എഴുതിയെടുക്കണേ, ഗംഗൈകൊണ്ട ചോളപുരം പണി കഴിപ്പിച്ചത് ആരാ? രാജേന്ദ്ര ചോള ഒന്ന്. ഒന്നുകൂടെ, കന്ദാരിയ മഹാദേവ ടെമ്പിൾ ഖജുരാവോ മധ്യപ്രദേശ്. ബൃഹദീശ്വര ടെമ്പിൾ എവിടാണ്? തഞ്ചാവൂർ തമിഴ്നാട്. ബൃഹദീശ്വര ടെമ്പിൾ എന്തെന്നും അറിയപ്പെടുന്നു? രാജരാജേശ്വരം ടെമ്പിൾ. പണി കഴിപ്പിച്ചത് ആരാ? രാജരാജ ചോളൻ ഒന്ന്. അദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ചോളൻ പണി കഴിപ്പിച്ചതാണ് എന്ത്? ഗംഗൈകൊണ്ട ചോളപുരം. ഓക്കെ ആണോ? അടുത്തത് സൺ ടെമ്പിൾ എവിടാ? ഇത് എഴുതിയെടുത്തോണേ. അടുത്തത് സൺ ടെമ്പിൾ എവിടെ? സൺ ടെമ്പിൾ മൊധേര ഗുജറാത്ത്. കൊണാർക്കിൽ ഒരു സൺ ടെമ്പിൾ ഉണ്ട്. ഇവിടെ ഈ കാലഘട്ടം അനുസരിച്ച് സൺ ടെമ്പിൾ മൊധേര ഗുജറാത്ത്. ലിംഗരാജ ടെമ്പിൾ എവിടാണ്? ഭുവനേശ്വർ ഒഡീഷ. ഭുവനേശ്വർ ഒഡീഷയിലാണ് എന്ത്? ലിംഗരാജ ടെമ്പിൾ. ഒന്നുകൂടെ, അപ്പോൾ ചന്ദേല ഡൈനാസ്റ്റി ആണ് അല്ലെ? ചന്ദേല ഡൈനാസ്റ്റി പണി കഴിപ്പിച്ച ടെമ്പിൾ ആണ് എന്ത്? കന്ദാരിയ മഹാദേവ ടെമ്പിൾ ഖജുരാവോ മധ്യപ്രദേശ്. ബൃഹദീശ്വര ടെമ്പിൾ രാജരാജേശ്വര ടെമ്പിൾ എന്നറിയപ്പെടുന്നു. ആര് പണി കഴിപ്പിച്ചു? ഇമ്പോർട്ടന്റ് ആണ്. ആര് പണി കഴിപ്പിച്ചു? രാജരാജ ചോളൻ ഒന്ന്. അദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ചോളൻ പണി കഴിപ്പിച്ചതാണ് എന്ത്? ഗംഗൈകൊണ്ട ചോളപുരം. അത് കഴിഞ്ഞിട്ട് സൺ ടെമ്പിൾ മൊധേര ഗുജറാത്ത്. ലിംഗരാജ ടെമ്പിൾ ഭുവനേശ്വർ ഒഡീഷയിലാണ്. ഇവിടെ ലോർഡ് ശിവയാണ് എന്ത്? ഡയറ്റി ആയിട്ട് വരുന്നത്. ലോർഡ് ശിവ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following pairs is correctly matched with respect to the schedules of the Indian Constitution? ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നതെന്നാണ്. ഏതാണ് കറക്റ്റ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത്? ഒരെണ്ണേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ളത്. നോക്കാം, നമുക്ക് താഴെ നിന്ന് വരാം. ഓപ്ഷൻ ഡി എന്ന് നോക്കാം. 9th ഷെഡ്യൂൾ അലോക്കേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്. തെറ്റാണ് കേട്ടോ, തെറ്റാണ്. 10th ഷെഡ്യൂൾ ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 10th ഷെഡ്യൂളിലല്ല. ഓക്കെ, എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് 12th ഷെഡ്യൂളിലല്ല. കറക്റ്റ് ആൻസർ എന്താണ്? 11th ഷെഡ്യൂൾ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത് ആണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 11th ഷെഡ്യൂളിലാണ് എന്തിനെ പറ്റി പറയുന്നത്? പഞ്ചായത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾസ് പഠിക്കാനായിട്ടൊരു കോഡുണ്ട് അല്ലേ? ഷെഡ്യൂൾസ് പഠിക്കാനായിട്ടൊരു കോഡുണ്ട്. പലർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും നമുക്ക് അത് വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM പഠിച്ചു വെക്കുക. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM ഷെഡ്യൂൾസ് പഠിക്കാനുള്ള ഒരു ട്രിക്കാണ്. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ഒന്ന് എന്താ? ടെറിട്ടറി. നമ്മുടെ സ്റ്റേറ്റിന്റെയും ഇന്ത്യൻ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസിനെയും പറ്റി വിശദീകരിക്കുന്ന ഷെഡ്യൂളാണ് എന്ത്? ഷെഡ്യൂൾ 1 ടെറിട്ടറീസ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ്. ടെറിട്ടറീസ് എന്ന് അറിഞ്ഞിരിക്കാം. ഷെഡ്യൂൾ 1 ടെറിട്ടറീസ്. 2 രണ്ടാമത്തെ ഷെഡ്യൂൾ എമോളിമെന്റ്സ് അഥവാ അറിഞ്ഞിരിക്കുക സാലറീസ് ആണ്. സാലറീസ്. ഓക്കെ, സാലറീസ് ആണ് ഈ എമോളിമെന്റ്സ് ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റിന്റെ, വൈസ് പ്രസിഡന്റിന്റെ, MLA MP ഇവരുടെയൊക്കെ സാലറീസിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് എന്ത്? ഷെഡ്യൂൾ 2. ആദ്യത്തെ 2 നമുക്ക് പഠിക്കുമോ? ടെറിട്ടറി ഷെഡ്യൂൾ അല്ല, ടെറിട്ടറി സാലറീസ് അഥവാ എമോളിമെന്റ്സ്. ടിയേഴ്സ് എമോളിമെന്റ്സ് ടെറിട്ടറി എമോളിമെന്റ്സ്. അടുത്തത് അഫർമേഷൻ ആൻഡ് ഓത്ത്. അഫർമേഷൻ സത്യപ്രതിജ്ഞ. ആരുടെയൊക്കെ? ഈ പറഞ്ഞ
മന്ത്രിമാരുടെയും പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ഓത്ത് അല്ലെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നതാണ് എന്ത് ഷെഡ്യൂൾ 3. ഓക്കെ, ഷെഡ്യൂൾ 3. അലോക്കേഷൻ ഓഫ് സീറ്റ്സ് എവിടെ സ്റ്റേറ്റ്സിലെയും യൂണിയൻ ടെറിട്ടറിയിലെയും രാജ്യസഭയുടെ സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് എന്ത് ഷെഡ്യൂൾ 4. രാജ്യസഭ സീറ്റ്സ് എന്നും കൂടെ സീറ്റ് അലോക്കേഷൻ എന്നും കൂടെ ഓർത്തിരിക്കുക. സീറ്റ് അലോക്കേഷൻ. ഓക്കെ, രാജ്യസഭയിലെ അപ്പോൾ ടിയേഴ്സ് ഓഫ് ഓൾഡ് PM ടിയർ ആയല്ലേ ടിയേഴ്സ് എസ് കൂടെ പഠിക്കാം. ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഇത് ഷെഡ്യൂൾ 5. അപ്പൊ ഇവിടം വരെയാണ് എന്ത് ടിയേഴ്സ് അല്ലെ ടിയേഴ്സ്. ഒന്നുകൂടെ പറഞ്ഞേ. ടെറിട്ടറി, എമോളുമെന്റ്സ്, അഫർമേഷൻ, രാജ്യസഭ സീറ്റ് അലോക്കേഷൻ, അങ്ങനെ തന്നെ പഠിക്കുക. രാജ്യസഭ സീറ്റ് അലോക്കേഷൻ, ഷെഡ്യൂൾഡ് ഏരിയാസ്. ഒന്നുകൂടെ ടെറിട്ടറി, എമോളുമെന്റ്സ്, അഫർമേഷൻ, രാജ്യസഭ സീറ്റ് അലോക്കേഷൻ, ഷെഡ്യൂൾഡ് ഏരിയാസ്. സെറ്റായോ? അടുത്തത് നോക്കാം. ഓഫ് അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്. സിക്സ്ത് ഷെഡ്യൂൾ ആണ് എന്ത് അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്. 7 ഫെഡറൽ പ്രൊവിഷൻ, അതായത് ഫെഡറൽ ലിസ്റ്റ് അല്ലെ. എന്തൊക്കെ ലിസ്റ്റാ ഉള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. ഈ 3 ലിസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ആണ് എന്ത് ഷെഡ്യൂൾ 7. അപ്പോൾ O എന്താ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, F എന്താ ഫെഡറൽ ലിസ്റ്റ്. അടുത്തത് ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഓൾഡ് നോക്കാം. ഒഫീഷ്യൽ ലാംഗ്വേജസ് 8ാമത്തെ ഷെഡ്യൂൾ. ഒഫീഷ്യൽ ലാംഗ്വേജസ് നിലവിൽ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് അല്ലെ. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. തുടക്കത്തിൽ എത്രയായിരുന്നു? 14 ആയിരുന്നു. ഇപ്പോൾ നിലവിൽ എത്രയുണ്ട്? 22 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, ലാംഗ്വേജസ് ആണ് ഉള്ളത്. അടുത്തത് ലാൻഡ് പ്രൊവിഷൻസ് ഷെഡ്യൂൾ 9. ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം 10th. ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ. ഓക്കെ, ഒന്നുകൂടെ. ഒഫീഷ്യൽ ലാംഗ്വേജസ്, ലാൻഡ് റീഫോംസ്, ഡി എന്താ ആന്റി ഡിഫെക്ഷൻ ലോ. അടുത്തത് PM പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. 11ഉം 12ഉം ചേർത്ത് എപ്പോഴും പഠിക്കുക. 11, 12 ചേർത്ത് പഠിക്കുക. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. ഓക്കെ, ഓൾഡ് എന്തൊക്കെയാ? ഫെഡറൽ ലിസ്റ്റ്, ഒഫീഷ്യൽ ലാംഗ്വേജസ് അല്ല ഓൾഡ് പറയുമ്പം ഒഫീഷ്യൽ ലാംഗ്വേജസ്, ലാൻഡ് റീഫോംസ്, ആന്റി ഡിഫെക്ഷൻ ലോ. അടുത്തത് ഓഫ് അല്ലേ. ഓഫ് വരുമ്പോൾ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, ഫെഡറൽ ലിസ്റ്റ്. അടുത്തത് ആദ്യത്തെ 5 എണ്ണം ടിയേഴ്സ്. ടെറിട്ടറി, എമോളുമെന്റ്സ്, അഫർമേഷൻ, രാജ്യസഭ സീറ്റ് അലോക്കേഷൻ, ഷെഡ്യൂൾഡ് ഏരിയാസ്. സെറ്റാണോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാനായിരുന്നു അല്ലേ. 11th ഷെഡ്യൂൾ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. അപ്പം 12th എന്തായിരുന്നു? ഇത് തന്നെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആണ് എന്ത് 12th. 10th എന്തായിരുന്നു? 10th ആന്റി ഡിഫെക്ഷൻ ലോ. 9th ഷെഡ്യൂളോ ലാൻഡ് റീഫോംസ്. ഇത് രണ്ടും ചേർത്ത് പഠിക്കുക. ഓൾഡും കൂടെ വെച്ചിട്ട് പഠിക്കുക. ഓൾഡ് എന്താ? O എന്താ? അതർ ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഓക്കെ ആണോ? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നിലവിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? നെയിം ദ ഇന്ത്യൻ പോർട്ട് ദാറ്റ് ഇസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് അയൺ ഓർ. ഏതാണ്? മർമഗോവ പോർട്ടാണ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് അയൺ ഓർ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഈസ്റ്റേൺ പോർട്ട്സ് ഉണ്ട്, ഈസ്റ്റേൺ പോർട്ട്സ് ഉണ്ട്, വെസ്റ്റേൺ പോർട്ട്സ് ഉണ്ട് അല്ലേ. ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഈസ്റ്റേൺ പോർട്ടിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ വെസ്റ്റേൺ പോർട്ടിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാണ്ഡല പോർട്ട് എവിടാണ്? ഗുജറാത്താണ്. കാണ്ഡല പോർട്ട് ഗുജറാത്ത്. അതെന്താ? വെസ്റ്റേൺ പോർട്ട്സ് ആണ്. അടുത്തത് മുംബൈ പോർട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു പോർട്ടുണ്ട്. അടുത്തത് മർമഗോവ, മാംഗ്ലൂർ എവിടെ? കർണാടക, കൊച്ചിൻ. ഇതൊക്കെ ഇപ്പൊ മൊത്തം 13 മേജർ പോർട്ട്സ് ആണുള്ളത്. 13 മേജർ പോർട്ട്സ് ആണ് മൊത്തത്തിലുള്ളത്. ഏതൊക്കെയാ? കാണ്ഡല, മുംബൈ, ജവഹർലാൽ നെഹ്റു പോർട്ട് ടെർമിനൽ, പനാജി മർമഗോവ. എവിടാണ് മർമഗോവ? ഗോവയില്. മാംഗ്ലൂർ, കർണാടക, കൊച്ചിൻ. അടുത്തത് തൂത്തുക്കുടി അല്ലേ. തൂത്തുക്കുടിയാണ് ചിദംബരം എണ്ണാർ പോർട്ട് എന്നറിയപ്പെടുന്നത്. തൂത്തുക്കുടി ഇത് ഈസ്റ്റേൺ സൈഡില്. ചെന്നൈ ഇവിടാണ് എന്ത്? എണ്ണൂർ ഉള്ളത്. എണ്ണൂർ പോർട്ട്, ചെന്നൈയിൽ എണ്ണൂർ പോർട്ട്. വിശാഖപട്ടണം, പാരാദ്വീപ്, ഹാൽദിയ, കൊൽക്കത്ത പോർട്ട്. ഇത്രയും പോർട്ട്സ് മേജർ പോർട്ട്സ് 13 മേജർ പോർട്ട്സ് ഉണ്ട്. പിന്നെ പോർട്ട് ബ്ലെയറും ഉണ്ട്. അറിഞ്ഞിരിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, കഥക് ഇസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം that developed in which region of India? Kathak is a classical dance form that developed in which region of India? ഏത് റീജിയൻ ആണ് ആൻസർ? നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ ഇന്ത്യ ആണ് കേട്ടോ. നോർത്തേൺ ഇന്ത്യയിലാണ് എന്ത് കഥക് ഫോം ചെയ്തത്. നോർത്തേൺ ഇന്ത്യ എന്ന് പറയുമ്പം എവിടാണ്, ഏത് സ്റ്റേറ്റ് എന്ന് പറയാം? യു പിയിലാണ് എന്ത് കഥക് ഫോം ചെയ്തത്. യു പിയിലാണ് കഥക് ഫോം ചെയ്തിരിക്കുന്നത്, യു പി. ഓക്കെ, അങ്ങനെ അക്കോർഡിംഗ് ടു സംഗീത നാടക അക്കാദമി പ്രകാരം 8 ക്ലാസിക്കൽ ഡാൻസസ് ആണ് ഉള്ളത്. ഏതൊക്കെ? മോഹിനിയാട്ടം കേരള, അറിയാലോ മോഹിനിയാട്ടം കേരള. അടുത്തത് കഥകളി കേരള, മോഹിനിയാട്ടം കേരള, കഥകളി കേരള, ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ആദ്യത്തെ 4 പഠിച്ചങ്ങ് മാറ്റിക്കേ. മോഹിനിയാട്ടം കേരള, കഥകളി കേരള, ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. പിന്നെ ഉള്ളത് ഒഡീസി ഒഡീഷ, കഥക് ഉത്തർപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ, സത്രിയ ആസാം. ഓക്കെ ആണോ? ഒന്നുകൂടെ ഒന്ന് കൂടെ പറഞ്ഞേ. മോഹിനിയാട്ടം കേരള, കഥകളി കേരള, ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, ഒഡീസി ഒഡീഷ, കഥക് ഉത്തർപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ, സത്രിയ ആസാം. കഥക്കിലെ ഫേമസ് എക്സ്പോണൻസ് ആണ് ഇവരൊക്കെ. മഹാരാജ് കുടുംബത്തിലുള്ള ഇവരെല്ലാവരും എന്ത് തന്നെയാണ്? കഥക്കിലെ എക്സ്പോണൻസ് ആണ്, കഥക്കിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ്, ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ്. ഇവരെല്ലാവരും ലക്നൗ ഘരാനയിൽപ്പെട്ടവരാണ്. ഇവർ 3 പേരും. ആരൊക്കെ? പണ്ഡിറ്റ് ബിർജു മഹാരാജ്, ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ്. പിന്നെ പ്രധാനപ്പെട്ടതാണ് സിത്താര ദേവി കഥക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുമുദിനി ലാഖ്യ 2025 പത്മവിഭൂഷൺ നേടിയ വ്യക്തിയാണ് ആര്? കുമുദിനി രജനീകാന്ത് ലാഖ്യ. ഫുൾ നെയിം കുമുദിനി ലാഖ്യ. എവിടെ? 2025 പത്മവിഭൂഷൺ നേടിയ വ്യക്തിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുമുദിനി ലാഖ്യ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റോഷൻ കുമാരി ശോഭന നാരായൺ. അപ്പം നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. നോട്ടിനകത്ത് നിങ്ങൾ മറ്റേതാ നമ്മൾ ഫ്ലൂട്ടിൻ്റെ എക്സ്പോണൻസ് പറഞ്ഞാലേ അതും ഒന്ന് റിവൈസ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാമോ? അടുത്തത് ഒന്നുകൂടെ 8 ക്ലാസിക്കൽ ഡാൻസ് പറഞ്ഞു. മോഹിനിയാട്ടം കേരള, കഥകളി കേരള, ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, ഒഡീസി ഒഡീഷ, കഥക് ഉത്തർപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ, സാത്രിയ ആസാം. അടുത്തത് എക്സ്പോണൻസിനെ പറഞ്ഞു അല്ലെ. പണ്ഡിറ്റ് ബിർജു മഹാരാജ്, ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ്, സിത്താര ദേവി, കുമുദിനി ലാഖ്യ, റോഷൻ കുമാരി, ശോഭന നാരായൺ. ഇതിൽ കുമുദിനി ലാഖ്യയ്ക്ക് 2025 പത്മവിഭൂഷൺ കിട്ടി. ഓക്കെ ആണോ? നമുക്ക് സത്രിയയെ കുറിച്ച് 2 പോയിന്റ് പറയാം. സത്രിയയില് പ്രധാനപ്പെട്ട ആളാണ് ജതിൻ ഗോസ്വാമി. ഇദ്ദേഹത്തിന് 2025 പത്മഭൂഷൺ കിട്ടി. ജതിൻ ഗോസ്വാമി. ഓക്കെ, വൈഷ്ണവ മൊണാസ്ട്രീസ് അറിയപ്പെടുന്ന സത്രാസ് എന്നാണ്. അതിൽ നിന്നാണ്, അവിടുന്ന് രൂപം കൊണ്ടതാണ് എന്ത്? സത്രിയ. അതുകൊണ്ടാണ് ഈ സത്രിയ എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ഈ സത്രിയയുടെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ സത്രിയ രൂപം കൊടുത്തത് ആരാണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ PYQ ആണ്, റിപ്പീറ്റഡ് PYQ ആണ്. അത് പറയുകയാണെങ്കിൽ മഹാപുരുഷ ശങ്കരദേവയാണ് എന്ത്? സാത്രിയയ്ക്ക് രൂപം കൊടുത്തത്. അറിഞ്ഞിരിക്കുക, ഇത് PYQ ആണ് കേട്ടോ. ശങ്കരദേവ, മഹാപുരുഷ ശങ്കരദേവ എന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ ശങ്കർദേവ് എന്ന് വരാറുണ്ട്. ഇതെന്താണ്? സത്രിയയ്ക്ക് രൂപം കൊടുത്ത വ്യക്തിയാണ്. ഓക്കെ, ശങ്കരദേവ. ജതിൻ ഗോസ്വാമി സത്രിയയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആളാണ്. ജതിൻ ഗോസ്വാമി എന്ന് കേൾക്കുമ്പോഴേ അറിഞ്ഞിരിക്കുക സത്രിയ. പത്മഭൂഷൺ കിട്ടിയ വ്യക്തിയാണ് ആര്? ജതിൻ ഗോസ്വാമി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ഇസ് റിലേറ്റഡ് ടു പരാക്രം ദിവസ്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് 1897 ജനുവരി 23. ഇതാണ് എന്ത്?
പരാക്രം ദിവസ്. ഓക്കെ ആണോ? സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി 23. അതാണ് എന്ത്? പരാക്രം ദിവസ് എന്ന് അറിയപ്പെടുന്നത്. നേതാജി എന്നറിയപ്പെട്ടത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ. നേതാജി എന്നറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1897 ജനുവരി 23 ജനനം. അതുകൊണ്ട് തന്നെ ജനുവരി 23 എന്തെന്നറിയപ്പെടുന്നു? പരാക്രം ദിവസ് എന്നറിയപ്പെടുന്നു. ഇനി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ. ജയ് ഹിന്ദ്, ഗീവ് മീ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം, ഡൽഹി ചലോ, ഇതൊക്കെ ആരുടെ സ്ലോഗൻസ് ആണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സ്ലോഗൻസ് ആണ്. അതേപോലെ 1938 എന്ത് ഫോം ചെയ്തു? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്തു. ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്തു. ആര്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. വർഷം അറിഞ്ഞിരിക്കുക 1939. ആഫ്റ്റർ റിസൈനിങ് ഫ്രം കോൺഗ്രസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ്. വർഷവും ഈ ഫോർവേഡ് ബ്ലോക്ക് ആര് സ്ഥാപിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രിസൈഡഡ് ഓവർ ഹരിപുര സെഷൻ 1938 ആൻഡ് ത്രിപുരി സെഷൻ 1939 ഓഫ് INC. ഏതൊക്കെ സെഷൻ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, അതിന്റെ വർഷം അറിഞ്ഞിരിക്കുക. ഓക്കെ. ഹരിപുര സെഷൻ 1938, ത്രിപുരി സെഷൻ 1939. അടുത്തത് റിവൈവ്ഡ് ആൻഡ് ലെഡ് ഇന്ത്യൻ നാഷണൽ ആർമി വിച്ച് വാസ് ഒറിജിനലി ഫൗണ്ടഡ് ബൈ മോഹൻ സിംഗ് ഇൻ 1942. 1942 മോഹൻ സിംഗ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി പിന്നീട് ഏറ്റെടുത്ത് നടത്തിയ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതേപോലെ ക്രിയേറ്റഡ് എ വുമൻ റെജിമെന്റ്, റാണി ഝാൻസി റെജിമെന്റ് ഇൻസ്പയർഡ് ബൈ റാണി ലക്ഷ്മിബായി. ഇതൊക്കെ ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ ആണോ? അടുത്തത് ഒന്നുകൂടെ. ഇനി അടുത്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യം പറഞ്ഞല്ലോ. ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരേണ്ട ഒരു പോയിന്റ് ആണ് HSRA, അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. ആര്? ചന്ദ്രശേഖർ ആസാദ്. ഏത് വർഷം? 1928. ആരുടെയൊക്കെ കൂടെ? ഭഗത് സിംഗിന്റെയും സുഖദേവിന്റെയും കൂടെ എന്ത് രൂപീകരിച്ചു? ചന്ദ്രശേഖർ ആസാദ് HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. വർഷം 1928. പിന്നെ ഭഗത് സിംഗിന് തൂക്കിലേറ്റപ്പെട്ട വർഷം 1931 മാർച്ച് 23 അല്ലെ? മാർച്ച് 23. ഇതാണ് ഷഹീദ് ദിവസ് എന്നറിയപ്പെടുന്ന എന്നാ? മാർച്ച് 23. ഷഹീദ് ദിവസ് എന്നറിയപ്പെടുന്ന എന്നാ? മാർച്ച് 23. അതേപോലെ പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ. പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചത് ആരാ? പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചത് ആരാ? ഭഗത് സിംഗ് ആണ്. ആ വർഷം കൂടെ അറിഞ്ഞിരിക്കുക 1926. ഓക്കെ അല്ലേ? സുഭാഷ് ചന്ദ്രബോസ് 1897 വർഷം അറിഞ്ഞിരിക്കുക കേട്ടോ. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. 1897 ജനുവരി 23. അതാണ് എന്ത്? പരാക്രം ദിവസം. ഓക്കെ. ജയ് ഹിന്ദ്, ഗീവ് മീ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം, ഡൽഹി ചലോ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്ലോഗൻസ് ആണ്. ഫോംഡ് നാഷണൽ കമ്മിറ്റി ഇൻ 1938, ഫോംഡ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് 1939, ഹരിപുര സെഷൻ 1938, ത്രിപുരി സെഷൻ 1939, ഇന്ത്യൻ നാഷണൽ ആർമി 1914 മോഹൻ സിംഗ് രൂപീകരിച്ചു. പക്ഷെ പിന്നീട് അത് ആരുടെ നേതൃത്വത്തിലായി? സുഭാഷ് ചന്ദ്രബോസിന്റെ. പിന്നെ എന്ത് ഫോം ചെയ്തു? ക്രിയേറ്റഡ് എ വുമൻ റെജിമെന്റ്, റാണി ഝാൻസി റെജിമെന്റ്. ഓക്കെ ആണോ? അപ്പോൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളൊരു നോട്ട് എടുത്ത് അത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സും ഈ ക്ലാസ്സിലെ നോട്ട്സും ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതണം. ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അത് എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ നെഗറ്റീവ് കുറയും. MTSന് ഇംഗ്ലീഷും GKയും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.